ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര ഗതാഗത പാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ചരക്ക് കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കാനുള്ള സുപ്രധാന പ്രമേയം ഇറാൻ ദേശീയ സുരക്ഷാ കമ്മീഷൻ പാസാക്കി. ഇത് കേവലം ഒരു ടോൾ അല്ലെന്നും മറിച്ച് കപ്പലുകൾക്ക് നൽകുന്ന സേവനങ്ങൾക്കുള്ള നിരക്കാണെന്നുമാണ് ഇറാന്റെ ഔദ്യോഗിക വിശദീകരണം. ഇറാനിയൻ റിയാലായോ അല്ലെങ്കിൽ ഇറാൻ തന്നെ നിശ്ചയിക്കുന്ന മറ്റ് വിദേശ കറൻസികളിലോ ഈ നിരക്ക് ഈടാക്കാനാണ് തീരുമാനം. പാശ്ചാത്യ ഉപരോധങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ ചൈനീസ് യുവാൻ അടക്കമുള്ള കറൻസികളിലേക്ക് വ്യാപാര ഇടപാടുകൾ മാറ്റാൻ ഇറാൻ നേരത്തെ തന്നെ തുടക്കമിട്ടിരുന്നു. ലോകത്തെ ആകെ സമുദ്രമാർഗമുള്ള ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക നീക്കത്തിന്റെ ഏകദേശം 20% നടക്കുന്നത് ഇറാനും അറേബ്യൻ ഉപദ്വീപിനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയാണെന്നതിനാൽ ഈ നീക്കം ആഗോള സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും. മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളെ തുടർന്ന് ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിൽ നേരത്തെ തന്നെ 95% ഇടിവ് സംഭവിച്ചിരുന്നു. കപ്പൽ നീക്കത്തിലുണ്ടായ ഈ കനത്ത കുറവും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളുമാണ് കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് ഈടാക്കി പുതിയ വരുമാന മാർഗം കണ്ടെത്താൻ ഇറാനെ നിർബന്ധിതരാക്കിയത്. അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ കൂടുതൽ ഉപരോധങ്ങളിലേക്ക് കടക്കുമ്പോൾ ശക്തമായ സൈനിക സാമ്പത്തിക തിരിച്ചടികൾ നൽകുമെന്നാണ് തെഹ്റാന്റെ കടുത്ത മുന്നറിയിപ്പ്. അതേസമയം വൻ ശക്തികളും ഇറാനും തമ്മിൽ മൂർച്ഛിച്ചു നിൽക്കുന്ന ഈ സംഘർഷം അയവ് വരുത്താനുള്ള നയതന്ത്ര നീക്കങ്ങളുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ഇറാൻ സന്ദർശിക്കുകയുണ്ടായി. എന്നാൽ ഇറാൻ പ്രഖ്യാപിച്ച പുതിയ ഫീസ് നയം പ്രാബല്യത്തിൽ വരുന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരാനും ആഗോള വിതരണ ശൃംഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്.